ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാ ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ഡിസ്പോസിബിൾ പേപ്പർ പ്ലേറ്റ് എടുക്കുക. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കുകയാണ്. ഒരു സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ ഈ ഡിസ്പോസിബിൾ പേപ്പർ പ്ലേറ്റിലോട്ട് വരച്ചു കൊടുക്കാം. ഞാൻ ഈ കാണിക്കുന്ന പോലെ വരയ്ക്കുക. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിനി കട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ മിനി കട്ടർ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ട്രയാങ്കിളിനെ ഈ പ്ലേറ്റിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാനൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പേപ്പർ വെച്ചിട്ട്. അപ്പോൾ അതെൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കയറി നോക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിനെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ ഈ ട്രയാങ്കിളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ സീഡിൻ്റെ ഷെൽസോ അല്ലെങ്കിൽ പീനട്ടിൻ്റെ ഷെൽസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറേ പിസ്താ ഷെൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പിസ്താ ഷെൽസ് നമുക്ക് ഇതിലേക്ക് ഈ ട്രയാങ്കിളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഈ പിസ്താ ഷെൽസിനെ ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എന്തു ചെയ്യണം, അതിന് നമ്മൾ കളർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ക്രിസ്മസ് ട്രീക്ക് ഗ്രീൻ കളറാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോരോ ഷെൽസ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഓരോരോ ഷെൽസ് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രീൻ കളറാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഈ പിസ്താ ഷെൽസിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ പിസ്താ ഷെൽസും ഇതിനകത്ത് ഈ ട്രയാങ്കിളിൽ ഫുള്ള് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ജോബ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കളറ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറാണ് എടുക്കുന്നത്. ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രീൻ കളർ ഡിപ്പ് ചെയ്തിട്ട് ഇതെല്ലാം നമുക്ക് കളർ ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോ പിസ്താ ഷെൽസും ടൈം എടുത്ത് നിങ്ങൾ കളർ ചെയ്തെടുക്കുക കേട്ടോ, നല്ല വൃത്തിയായിട്ട്. ഇടയ്ക്ക് ഗ്യാപ്പ് കാണേണ്ടത് നമ്മൾ ഈ ഗ്രീൻ കളർ തന്നെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുള്ള് പിസ്താ ഷെൽസ് നമുക്ക് കളർ ചെയ്ത് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഫുൾ പിസ്താ ഷെൽസും കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്റ്റെമ്പായിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏത് കളറിലുള്ള ഐസ്ക്രീം, ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളർ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റിക്ക് എന്ത് ചെയ്യുക, ഈ ട്രീയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഞാൻ മൗണ്ടിങ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റാറും കൂടെ ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ക്രിസ്മസ് ട്രീയുടെ മേളിൽ വെക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പറിൽ ഇതുപോലെ ഒരു സ്റ്റാർ വരച്ചിട്ട് അത് കളർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റാറിനെയും കൂടെ കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ടോപ്പിൽ വെച്ച് കൊടുക്കണം ക്രിസ്മസ് ട്രീയുടെ കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, ഇപ്പോൾ ഞാനിപ്പോൾ റോസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റാറിൻ്റെ കളർ കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റാർ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കും എന്ത് ചെയ്യണം, ഇത് രണ്ടും നമ്മൾ ഇനിയും ഈ ക്രിസ്മസ് ട്രീയിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ മൗണ്ടിങ് ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് ഈ ക്രിസ്മസ് ട്രീയിലോട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് നമ്മൾ മൗണ്ടിങ് ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റാറും കൂടെ ക്രിസ്മസ് ട്രീയുടെ ടോപ്പിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അതും ഞാൻ മൗണ്ടിങ് ടേപ്പ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അടിപൊളി നമ്മുടെ ക്രിസ്മസ് ട്രീ തയ്യാറായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോം ബോൾസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പല കളറിലുള്ള പോം ബോൾസ് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്.
ദേ അപ്പം നമ്മുടെ പിസ്ത വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ ഇവിടെ പിസ്ത ഷെൽസ് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.